ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓഗസ്റ്റ് മന്തിൽ വന്ന മെച്യൂർഡ് ബ്ലൂമിങ് സൈസ് ഡെൻഡ്രോബിയം പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽ പറയുന്നതിനായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിപ്പോയി, കുറച്ചധികം തിരക്കുകൾ കാരണം നമ്മൾ വീഡിയോ ഇടാൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 വെറൈറ്റിയൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ലോങ് വീഡിയോ ഇടുന്നതിന് മുൻപ് നമ്മൾ ലൊവാനയുടെയൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് തന്നെ ലൊവാന പോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റികളാണ് ഓഗസ്റ്റിൽ വന്നതെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെച്യൂർഡ് ബ്ലൂമിങ് സൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഈ മെച്യൂർഡ് ബ്ലൂമിങ് സൈസ് എന്ന് പറയുന്നത്, അതിന് എന്താണ് ഇത്രയും റേറ്റ് വരുന്നത്? നമ്മുടെ മെച്യൂർഡ് ബ്ലൂമിങ് സൈസിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 450 രൂപയിലാണ് വെറൈറ്റികളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഈ ഒരു വെറൈറ്റി ഇന്ത്യൻ ഹവായി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. പ്രൈസ് വരുന്നത് 525 രൂപയാണ്. നേരത്തെ കണ്ട ആ ഒരു കനം കുറഞ്ഞ പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസോ അല്ലെങ്കിൽ വലിപ്പമോ ബുഷിനെസ്സോ ഒന്നുമല്ല നമ്മുടെ പ്രൈസിനെ തീരുമാനിക്കുന്നത്. ആ ഒരു വെറൈറ്റിയുടെ പ്രത്യേകതയാണ് അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ബുഷി ആയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ മിനിയായ പോലുള്ള വെറൈറ്റികൾ അല്ലെങ്കിൽ മിനി നമ്മ പോലുള്ള വെറൈറ്റികൾ പോട്ട് നിറഞ്ഞ് ബുഷിയായി നിൽക്കുന്ന പ്ലാന്റുകളാണ്. അതൊക്കെ നമുക്ക് 450 റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ചില വെറൈറ്റികൾ പ്ലാന്റ് ഒരുപാട് സൈസ് ഇല്ലെങ്കിൽ പോലും അത് നല്ല വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അതിന് റേറ്റ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലൂമിങ് സൈസ് കാറ്റഗറി എന്ന് പറയുന്നത്, മെച്യൂർഡ് ബ്ലൂമിങ് സൈസ് കാറ്റഗറി എന്ന് പറയുന്നത് ഓൾറെഡി ഫ്ലവർ ചെയ്തതോ അല്ലെങ്കിൽ ആദ്യത്തെ ഫ്ലവർ വരാനായതോ ആയ സൈസിലുള്ള അതേ രീതിയിൽ തന്നെ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ തായ്ലൻഡ് പോലുള്ള കൺട്രീസിൽ നിന്ന് ആ ഒരു സൈസിൽ തന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്ലാന്റുകളാണ് മെച്യൂർഡ് ബ്ലൂമിങ് സൈസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങി അധികം വൈകാതെ തന്നെ നല്ല പരിചരണവും വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റുകളാണ് മെച്യൂർഡ് ബ്ലൂമിങ് സൈസിൽ വരുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ വെറൈറ്റീസ് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്ലൂമിങ് സൈസിലാണ് പ്ലാന്റ് വരിക. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് അതിൻ്റെയൊക്കെ സീഡ്ലിങ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരിക. അപ്പോൾ നല്ല പുതിയ പുതിയ വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ആദ്യമേ കളക്ട് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് നമ്മുടെ മെച്യൂർഡ് ബ്ലൂമിങ് സൈസ്. അതേപോലെ തന്നെ നമ്മൾ സീഡ്ലിങ് വാങ്ങി വളർത്തി വലുതാക്കി അത് പൂവിടാൻ ഉള്ള അത്രയും ക്ഷമയില്ലാത്തവർക്കും മെച്യൂർഡ് ബ്ലൂമിങ് സൈസാണ് ചൂസ് ചെയ്യാനായിട്ട് നല്ലത്. റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 450-ലായിരിക്കും. അതേപോലെ തന്നെ വെറൈറ്റി അനുസരിച്ച് അതിൻ്റെ പ്രൈസിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ വെറൈറ്റിയുടെയും റേറ്റ് നമ്മൾ പറഞ്ഞു പോകുന്നില്ല. നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽഡ് കാറ്റലോഗ് കിട്ടും. കാറ്റലോഗിൽ എല്ലാത്തിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ മെച്യൂർഡ് പ്ലാന്റിൽ ഒരുപാട് ബുഷിയായ അല്ലെങ്കിൽ ഭയങ്കര സൈസുള്ള പ്ലാന്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. എല്ലാം ബ്ലൂമിങ് സൈസ് കാറ്റഗറി ആണെങ്കിലും ഒരു എന്താ പറയുക, അധികം ഹൈറ്റ് പോവാത്ത പ്ലാന്റുകളാണ് ഇത്തവണ ട്വിസ്റ്റിലൊക്കെ കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ കളക്ഷനിലേക്ക് പുതിയ പുതിയ വെറൈറ്റികൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ മെച്യൂർഡ് ബ്ലൂമിങ് സൈസ് കാറ്റഗറി നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് നമ്മുടെ പഴയ സ്റ്റോക്കിലും ഒരുപാട് ബ്ലൂമിങ് സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വന്ന് നമ്മുടെ കാറ്റലോഗ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മെച്യൂർഡ് പ്ലാന്റിൻ്റെ കാറ്റലോഗ് തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ റേറ്റും ഡീറ്റെയിൽസും കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കൊറിയർ അയക്കുന്നതിന് മുൻപായിട്ട് ഓരോ കസ്റ്റമർക്കും അയച്ചു കൊടുക്കും. നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാന്റും സെപ്പറേറ്റ് എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് റഫറൻസ് പിക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഓഗസ്റ്റ് മന്തിലെ മെച്യൂർഡ് ബ്ലൂമിങ് സൈസ് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ്. പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ. റിപ്ലൈ കിട്ടാൻ ഒരു ഇത്തിരി വൈകിയെന്ന് കരുതി ആരും പരിഭവമൊന്നും കരുതരുത്. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക്